അവിടെ നിന്നുള്ള ചില ശബ്ദങ്ങൾ എന്താണ് അവർ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഈ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് MK ഡാനിയൽ ജനം ടിവിയോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ എയിംസിന് വേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് നിബന്ധനകൾ പാലിച്ചുകൊണ്ടല്ല കേരള സർക്കാർ അപേക്ഷ കൊടുത്തിട്ടേയില്ല. കിനാലൂർ വേണമെന്ന് മാത്രമാണ് ശാഠ്യം പിടിച്ചിട്ടുള്ളത്. അവിടെ സ്ഥലം തികഞ്ഞിട്ടില്ല. അവിടെ വേറെയും കുഴപ്പങ്ങളുണ്ട്. ഒരു വശം ഫോറസ്റ്റ് ഉണ്ട്. ബാക്കി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളുള്ള 700 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് പകുതി സ്ഥലമേ KPPL-നും KRL-നും കൂടി ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവർക്ക് അതുകൂടാതെ ബാക്കി പകുതിയിലധികം സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഇതിനകത്തോടെയാണ് പോകുന്നത്, ബോട്ട് ജെട്ടി ഉണ്ടാക്കാം, ഹെലിപ്പാഡ് ഉണ്ടാക്കാം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ സ്ഥലം അവർക്ക് എങ്ങനെയെങ്കിലും കൈമറിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ പരിപാടികൾ ഓരോന്നും നടക്കുന്നത്. ഇത് അടുത്തിനി MT തോമസിന്റെ വാക്കുകൾ. അത് ഗൗതം, ഇതൊന്ന് ഒരു സ്വാഭാവികമായിട്ടും എൻ്റെ നാട്ടിൽ എയിംസ് വരണം എന്ന് ആരും ആഗ്രഹിക്കും. അതനുസരിച്ചുള്ള വാക്കുകൾ എന്നതിനെ എഴുതി തള്ളാം. പക്ഷെ അപ്പോൾ തന്നെ അവിടെ 500 ഏക്കർ സ്ഥലം വെറുതെ കിടപ്പുണ്ട് എന്ന് പറയുന്നു. നമുക്ക് അതിലേക്ക് വരാം. ഇനി ഇതിന്റെ അഡ്വൈസർ അല്ലേ MT തോമസ്, അഡ്വൈസർ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം, അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2021 ഫെബ്രുവരി 14 കൊച്ചിൻ റിഫൈനറിയുടെ എക്സ്പാൻഷൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി കേരള ഗവൺമെൻറ്റിന് ഒരു എയിംസ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. എയിംസിന് വേണ്ടി താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഒന്ന്, 200 ഏക്കർ സ്ഥലമുള്ള 3 മുതൽ 4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്, വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത്, 4 ലെയിൻ കണക്ടിവിറ്റി വേണം. 4, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഈ പറയുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ 151 ഏക്കർ മാത്രമുള്ള കിനാലൂർ മാത്രമേ കേരള ഗവൺമെൻറ് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളെന്നും അത് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളതുമാണ്. ഇതിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി WPC 23-001/24 ഡേറ്റഡ് 27/3/25 നിബന്ധനകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഈ നിബന്ധനകൾ പാലിച്ചു മാത്രമേ എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവായിട്ടുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന മേവള്ളൂരിലെ HNL-ന്റെ പഴയ സ്ഥലമായ ഇപ്പോൾ KPPL-ന്റെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനും എല്ലാ ബാക്കിയുള്ള നിബന്ധനകളും പാലിക്കുന്ന 200 ഏക്കർ കൊടുക്കാവുന്നതാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ കിനാലൂരിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമം വിട്ട് എയിംസിന് കേന്ദ്ര ഗവൺമെൻറ്റിന് സാങ്ഷൻ ചെയ്യാൻ ഹൈക്കോടതിയും അനുവദിക്കുന്നതല്ല. ആ വാക്കുകൾ വ്യക്തമാണ്. ഈ സ്ഥലം അനുയോജ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം തന്നെ ഒരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശ്രീ MT തോമസ്. അദ്ദേഹം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. മാനദണ്ഡങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് നിരസിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു ശബ്ദം കൂടി അല്ലെ. PV തോമസ്, അഡ്വൈസർ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം. കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നിലവിൽ കൈവശം ഇരിക്കുമ്പോഴാണ് കിനാലൂരിന് വേണ്ടി മാത്രമേ പരിഗണിക്കൂ എന്ന് ഈ ഗവൺമെന്റ് ശാഠ്യം പിടിച്ചിരിക്കുന്നത്. സത്യത്തിൽ എയിംസിനോടുള്ള താല്പര്യമല്ല, ഈ സ്ഥാപനം അവിടെ വയ്ക്കുക എന്നുള്ളതല്ലാതെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കിനാലൂരിന് വേണ്ടി ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് പ്രിന്റ് നഗറിലാണെങ്കിൽ ആലപ്പുഴയ്ക്കും കോട്ടയത്തിനും ഇടുക്കിക്കും എറണാകുളത്തിനും ഏറ്റവും അനുയോജ്യമായ ഏറ്റവും യാത്രാ സൗകര്യമുള്ള സ്ഥലമാണ്. കൂടാതെ പുതിയ റെയിൽവേ ലൈനിനെ കുറിച്ച് പറയുമ്പോഴും വൈക്കത്ത് ഒരു സ്റ്റേഷൻ വരുമെന്നാണ് പ്രപ്പോസൽ കിടക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്ന ഒരു സംഗതിയും കൂടിയാണ്. ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് ഇത്രയും അനുയോജ്യമായ സ്ഥലം കേരളത്തിൽ വേറെയില്ല. ടൂറിസത്തിനും മറ്റ് വാട്ടർ മെട്രോയോ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റിക്കും എല്ലാ സൗകര്യവും ഉണ്ട്. കൂടാതെ കുട്ടനാടിന്റെ ഡെവലപ്മെന്റിന് വെള്ളൂർ എയിംസ് വരുന്നിടത്തോളം സൗകര്യപ്രദമായ സംഗതി ഗവൺമെന്റ് ചെയ്യാനില്ല. തത്വത്തിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് അനുവദിക്കാത്തത്. ഇവ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ 4 സ്ഥലം പ്രപ്പോസ് ചെയ്തിരുന്നു. ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് കോട്ടയത്ത്, കളമശ്ശേരി, ഒന്ന് ഈ കിനാലൂര്. അപ്പൊ 4 സ്ഥലം ഉമ്മൻചാണ്ടി സാർ ഈ നോംസ് പാലിച്ചുകൊണ്ട് അപേക്ഷിച്ചെടുത്ത് നോംസ് ഇല്ലാതെ കിട്ടണമെന്നാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് വാശി പിടിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യാത്തത്. ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നോംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോംസ് അനുസരിച്ചില്ലെങ്കിൽ
അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളിലുള്ള അപേക്ഷയുടെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ റിജക്റ്റ് ചെയ്തെന്നുള്ളതല്ലാതെ തന്നില്ലെന്ന് പറയുന്നതിൽ യുക്തിയില്ല, ബുദ്ധി ശരിയില്ല. റൈറ്റ്. ഗൗതം, ഒരു കാര്യം വ്യക്തമാണ്. എയിംസ് വരേണ്ടത് കാസർഗോഡാണോ, ആലപ്പുഴയാണോ, ഇടുക്കിയാണോ, കോട്ടയത്താണോ, തിരുവനന്തപുരത്താണോ, ഇത്തരം തർക്കത്തിൽ നമ്മളില്ല. പക്ഷേ എയിംസ് എന്തിനു കൊണ്ടുവരുന്നു? ആവശ്യത്തിന് അതിവിദഗ്ധമായ ചികിത്സ, സ്പെഷ്യലിസ്റ്റ് ചികിത്സ ലഭ്യമല്ലാത്തവർക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക്, സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കെൽപ്പില്ലാത്തവർക്ക് വേണ്ടി കൂടി ഏറ്റവും വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനം വരേണ്ടത് സമൂഹത്തിന് ഏറ്റവും അനുയോജ്യമായി ഏത് ലൊക്കേഷനാണോ അത്. 2, അത് വരുമ്പോൾ അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം? അവിടേക്ക് വേഗം എത്താൻ കഴിയണം, അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയണം, മറ്റ് സൗകര്യങ്ങൾ വേണം. ഇതിനൊന്നും പ്രാമുഖ്യം കൊടുക്കാതെ, ഇതിനൊന്നും ഒരു പ്രസക്തിയും കൽപ്പിക്കാതെയുള്ള നീക്കങ്ങൾ നടന്നതിൻ്റെ ഭാഗമാണിത്. എന്തായാലും നമുക്ക് എന്താണ് ഈ കേസ്, ഹൈക്കോടതി എന്തൊക്കെയാണ് പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് നമ്മുടെ ഹൈക്കോടതി റിപ്പോർട്ടറോട് ചോദിക്കാം.